ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കുട്ടിതാനു ബ്ലോഗ്. നമ്മൾ ഇന്നൊരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്കിപ്പോൾ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് തന്നെ കുട്ടികൾ വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കും അല്ലേ. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഉണ്ണിയപ്പം അങ്ങനെയുള്ളതൊക്കെ അമ്മ ഉണ്ടാക്കിയൊക്കെ ആയിരുന്നു ഞങ്ങൾ പോയിട്ട് വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഇപ്പം തരട്ടം പോകാൻ തുടങ്ങിയിട്ടില്ല, എങ്കിലും നമ്മൾ ഇന്ന് ഏത്തക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഏത്തക്കാപ്പം ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഏത്തക്കാപ്പം എന്നാണ് പറയുന്നതെന്ന് പറയണം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഏത്തക്ക ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിന് രണ്ടായിട്ട് പൊളഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മൈദയാണ് എടുക്കുന്നത്. ആവശ്യത്തിന് മൈദ എടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു ബാറ്ററിൻ്റെ ഒരു ഏകദേശം ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. പക്ഷേ നമ്മൾ മുക്കുമ്പോഴത്തേക്ക് തീരെ ലൂസും ആയാലും ഒത്തിരി കട്ടിയാവാത്ത രീതിയിൽ നമ്മളൊന്ന് കലക്കി എടുക്കാം. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഈ ഒരു മാവ് കലക്കി വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ചായക്ക് പാല് വെച്ചിട്ടുണ്ട് കേട്ടോ, രണ്ടും ഒരുപോലെ അങ്ങ് പൊക്കോളുമല്ലോ. അപ്പോൾ അതേ നമ്മൾ അതിന് ശേഷം ചെറിയ ഉരുളി വെച്ചു, ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഓരോ ഏത്തക്കയായിട്ട് എടുത്തതിന് ശേഷം ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് ഈ ഒരു തിളച്ച എണ്ണയിലേക്ക് ഇടുമ്പോൾ സൂക്ഷിച്ചിടണം. എൻ്റെ കൈ പൊള്ളേണ്ടതായിരുന്നു, ചെറുതായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഇനി നമുക്കിത് ഓരോന്നായിട്ട് നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4-5 എണ്ണം ഒരു സമയത്ത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ പാല് കളച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് തേയിലയിട്ട് അത് അവിടെ നിന്ന് തിളയ്ക്കട്ടെ അല്ലേ. അപ്പോൾ ഒരുപോലെ നമുക്ക് എടുക്കാമല്ലോ. അങ്ങനെ നമ്മുടെ ഏത്തയ്ക്ക അപ്പം തിരിച്ചിടാറായിട്ടുണ്ട്. നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. ചെറിയ ഒരു ഫ്രൈ രീതിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. അത് കരിഞ്ഞു പോയതല്ല, ആ ഒരു രീതിയിൽ ഇവിടെ വേണം, അല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്, ഞാനത് ഊറ്റി വെച്ചു. ഇനി നമ്മുടെ ഏത്തയ്ക്കാപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കെല്ലാം ഫ്രൈ ചെയ്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ഏത്തയ്ക്കാപ്പം ചൂട് ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇനി അങ്ങോട്ട് 4 മണി പലഹാരങ്ങൾ ഓരോന്നായി ചെയ്യാം. കാരണം നാനോട്ട് സ്കൂളിൽ പോയി തന്നെ അവൻ എന്തെങ്കിലും വൈകുന്നേരം വേണം. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ.